ഇന്ന് നമ്മള് 100 രൂപയ്ക്ക് പെട്രോൾ 4 പമ്പ് തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള പമ്പ് എന്നാണ്. ബാക്കിയുള്ളത് പിന്നെ കാണിക്കാം. കാരണം ഇപ്പൊ എൻ്റെ അടുത്തുള്ള പമ്പിൽ 4 പമ്പാണുള്ളത്. 4 പമ്പിൽ നിന്നും കൂടെ ഞാന് 100 രൂപയ്ക്ക് പെട്രോൾ വാങ്ങാണ് കേട്ടോ. ഈ 100 രൂപയ്ക്ക് പെട്രോൾ വാങ്ങുമ്പോൾ ആരാണ് ക്വാണ്ടിറ്റി എന്നുള്ളതിൽ ഏറ്റവും കൂടുതലായിട്ട് ഏത് ക്വാണ്ടിറ്റിയാണ്, ഏത് പെട്രോളാണ് പമ്പാണ് ക്വാണ്ടിറ്റി കിട്ടുന്നത് എന്നുള്ളതും അത് ഓരോ പമ്പിൽ ഡെൻസിറ്റിന്റെ ഡിഫറൻറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാല് ഇപ്പോ 7 മണി 7:40 ഞാൻ ആദ്യം തന്നെ പോകുന്ന HP പമ്പിലേക്കാണ്. അപ്പൊ അവിടുന്ന് 100 രൂപ പെട്രോൾ വാങ്ങാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭാരത് BPCL, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഓയിൽ, അത് കഴിഞ്ഞിട്ട് നേരെ ഈ 4 പമ്പുകൾ എന്നുള്ള പെട്രോളുള്ള 100 രൂപ പെട്രോൾ വാങ്ങുമ്പോൾ ഏതാണ് കറക്റ്റ് ക്വാണ്ടിറ്റി എന്നുള്ളത് നോക്കുകയാണ് കേട്ടാന്. അപ്പൊ ഞാനിപ്പോ പോകുന്ന HP പമ്പിലേക്കാണ്. ആ ബോട്ടിലെടുക്കുക, HP പമ്പിലേക്കാണ് പോകുന്നത്. സെയിം ബ്രാൻഡിന്റെ ഒരു വാട്ടർ കമ്പനിയുടെ മിനറൽ വാട്ടറിന്റെ സെയിം ബോട്ടിലാണ് 4 അറേഞ്ച് ചെയ്തിട്ട്. ബോട്ടിലിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഡെൻസിറ്റി 750.1 ആണ് കേട്ടോ. .1 ഡെൻസിറ്റി. ഇനി ഫുള്ള് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ലെവൽ നോക്കാം. നമ്മൾ അടുത്ത് പോവാണ് BPCL ആണ്, ഭാരത് പെട്രോളിയാണ്. ആ ഭാരതിന്റെ ബോട്ടിൽ 750.1 ആയിരുന്നു അവിടുത്തെ ഡെൻസിറ്റി കേട്ടോ. HP ഉണ്ടായിരുന്നേ. കഴിഞ്ഞ വീഡിയോയിൽ, ഇതിന്റെ മുന്നേ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയി കാണാം കേട്ടോ. അതിൽ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുന്നോ നോക്കാൻ വേണ്ടിയിട്ടാണ്. 100 രൂപ പെട്രോൾ ആകുമ്പോൾ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയണമല്ലോ നമുക്ക്. നമ്മളൊക്കെ 100-ന് വാങ്ങാൻ മടിച്ചിട്ട് 110-നൊക്കെ വാങ്ങുന്ന ആളുകളുണ്ട്. ഏതായാലും ഇനിയുള്ള ഭാരത് പെട്രോളിയാണ്. അതിന്റെ ബോട്ടിലെടുക്കുക. ഇവിടെ ബോട്ടില് 100 പെട്രോൾ 748 ആണ് ഇവിടുത്തെ ഡെൻസിറ്റി. ഓക്കെ, ഇനി നമ്മൾ പോണ ഇന്ത്യൻ ഓയിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങോട്ടുള്ള ഏറ്റവും കൂടുതൽ പമ്പുള്ളത് ഇന്ത്യൻ ഓയിലാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഹൈവേയിൽ കഴിഞ്ഞ വീക്കിൽ ട്രിവാൻഡ്രം പോയപ്പോൾ ഏറ്റവും കൂടുതൽ പമ്പ് കണ്ട ഇന്ത്യൻ ഓയിലാണ്. നേരൊക്കെ വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ശ്രദ്ധയിൽ ഹൈവേയിലൊന്നും നേരെ കണ്ടിട്ടില്ല. ഉണ്ട്, പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു വളരെ കുറവാണ്. ഇവിടെ പമ്പില് കുറച്ച്, ഇവിടെ ഈ പമ്പിൽ കുറച്ചൊരു തിരക്കുള്ള പമ്പാണ് ഇന്ത്യൻ ഓയിൽ. ഉണ്ടോ? .8 ഡെൻസിറ്റി കേട്ടോ. അതിലല്ല ഇതില്
100 പെട്രോള് 100 255.8. ഇനി നമ്മുടെ നേരെ പമ്പിലേക്കാണ് പോണത്. അപ്പൊ ഇവിടെയൊക്കെ ഒരു പെട്രോൾ ബൂസ്റ്റർ എന്ന് പറഞ്ഞ നേരെ പമ്പിൽ ഇപ്പൊ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. മൈലേജ് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വെക്ടർ ബൂസ്റ്റർ ആയിരിക്കും. ഏതായാലും ആ ഒരു സംഗതി നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അത് 10% മൈലേജ് കൂടുന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് അടുത്ത ടെസ്റ്റിൽ അതാണ് പരിഗണിക്കുന്നത്, മൈലേജ് കൂടുന്നുണ്ടോ എന്നുള്ളത്. ഡീസൽ ഇവിടെയൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. 100 പെട്രോൾ. $106.40. പെട്രോൾ അവിടുന്ന് അടിക്കണേ, ഇവിടെ അല്ലേനോ? അപ്പൊ 4 പെട്രോൾ വാങ്ങിച്ചു. പ്രത്യക്ഷത്തിൽ വലിയ ഡിഫറൻസ് നമുക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു കണ്ടില്ലേ, കറക്റ്റ് ചെറിയ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ നോക്കിയാൽ കാണുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് നമ്മൾ അതിന് ഇന്ത്യൻ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ kg, അതായത് കിലോഗ്രാമിൽ അളക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. 713 ഇന്ത്യൻ ഓയിൽ. 713 ഗ്രാം ആണ് വരുന്നത് 100 രൂപന്റെ പെട്രോള്. വിത്ത് ബോട്ടിലാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ നോക്കുന്നത് HP പെട്രോളാണ്. HP 714. ഇതിന്റെ പ്രൈസും ഡെൻസിറ്റിയും ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. പ്രൈസിന് ചെറിയ വേരിയേഷൻ, പൈസയിൽ മാറ്റം വരുന്നുണ്ട്. ഒരേ ടൗണിൽ തന്നെ പൈസന്റെ മാറ്റം കാണിച്ചു തരാം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാറ്റമാണത്. അപ്പൊ 714 HP ഉള്ളത്. ഇനി BPCL ഭാരത് പെട്രോൾ നോക്കാം. BPCL 708 വരുന്നത് കേട്ടോ. 708 നോക്കുക, 708 BPCL വരുന്നത്. ഇനി ഞാൻ കഴിഞ്ഞ ടെസ്റ്റിലൊക്കെ ഏറ്റവും അധികം മൈലേജ് ഉണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു പെട്രോളാണ് നേരന്റെ ക്വാണ്ടിറ്റി ടെസ്റ്റ് ആണ് ഇപ്പൊ നോക്കുന്നത്. 698. ചെറിയൊരു ഡിഫറൻറ്റ് നേരന്റെ പെട്രോൾ മാറ്റം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന 714 ഗ്രാമുമായിട്ട് HP പെട്രോളാണ്. അപ്പൊ ചെറിയ ഡിഫറൻറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇതൊന്നും കൺക്ലൂഷൻ അങ്ങനെ എത്താവുന്ന ചെറിയ ഡിഫറൻറ്റ് നമ്മളെ ഇത് പിടിക്കുന്ന പോലെ പെട്ടെന്ന് വലിച്ചാൽ ഡിപ്പൊക്കെ പോകുന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എന്നാലും ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് 714 വരുന്ന HP ആണ്. പിന്നെ ഇന്ത്യൻ ഓയിൽ 713 ഗ്രാമാണ് വരുന്നത്. BPCL വരുന്നത് ഭാരത് പെട്രോൾ വരുന്നത് 708 ഗ്രാമാണ്. അതേമാതിരി 698 ഗ്രാമാണ് നമ്മുടെ നേരെ കിട്ടിയേക്കുന്നത്. ഏറ്റവും ലോസ്റ്റ് ആയിട്ട് 608 ഏറ്റവും കൂടുതൽ കിട്ടിയ HP ആണ്. അപ്പൊ ഡെൻസിറ്റി നിങ്ങൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് ആ ഡെൻസിറ്റി അതിൽ കാണിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി നോക്കിയിട്ട് മനസ്സിലാക്കുക. പിന്നെ അതേമാതിരി തന്നെ HP വരുന്ന വിലയും അതിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയാണ്, HP വരുന്ന 106.8, 106 രൂപ 8 പൈസയാണ് HP വരുന്നത്. അതേമാതിരി BPCL വരുന്ന പെട്രോളിന്റെ പൈസ 106.15. അടുത്ത പ്രൈസ് ഹൈപ്പ് വരുന്ന ചെറിയ പൈസ മാറ്റം കേട്ടോ. 8 പൈസ 15 പൈസന്റെ മാറ്റം 15ലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ തന്നെ 6 പൈസന്റെ മാറ്റം വന്നിട്ടുണ്ട് BPCL ആകുമ്പോൾ ഭാരത് പെട്രോളിയം.
ഇന്ത്യൻ ഓയിൽ ആകുമ്പോൾ 106.21 വരുന്നുണ്ട്. 21 പൈസ ആണ് വരുന്നത് കേട്ടോ. മറ്റേക്കാൾ കുറച്ചുകൂടി കൂടി 21 പൈസ, 106 രൂപയും 21 പൈസയും വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഓയിലിന് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. നയാര ആകുമ്പോൾ 106 രൂപയും 40 പൈസയും വരുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു പൈസന്റെ മാറ്റം, വലിയ ക്വാണ്ടിറ്റി അടിക്കുന്ന ആൾക്ക് ചെറിയൊരു മാറ്റം തന്നെ വരും. അപ്പൊ ഏതായാലും ഇത്രയും പ്രൈസിന് മാറ്റം വരുന്നുണ്ട്. ഡെൻസിറ്റി നിങ്ങൾ നോക്കുക. ഡെൻസിറ്റി ഏറ്റവും കൂടിയ ഡെൻസിറ്റി എന്ന് പറയാനുള്ളത് നമ്മൾ 755.8 ആണ് ഇന്ത്യൻ ഓയിലിനാണ് ഏറ്റവും കൂടിയ ഡെൻസിറ്റി ഉള്ളത്. ഏറ്റവും കുറഞ്ഞ ഡെൻസിറ്റി നേരെയാണ് 735.5 ആണ് കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തുക, എന്താണ് ഏത് പെട്രോൾ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നേരെയാണ് നിങ്ങൾക്ക് മൈലേജ് വൈസ് എനിക്ക് മുമ്പ് തോന്നിയത്. പക്ഷേ ക്വാണ്ടിറ്റി കൂടി അത് ടാലിയാക്കിയ കറക്റ്റായ മാത്രമേ മൈലേജ് കൂട്ടിയിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇതിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഡിഫറൻറ്റ് കാണുന്നുണ്ട്. അടുത്ത 5 ലിറ്റർ കറക്റ്റ് ആയിട്ട് 5 ലിറ്റർ അവർ മെഷർമെന്റിന്റെ അവർ ഗേജിന്റെ 5 ലിറ്റർ കറക്റ്റ് ആയിട്ടുള്ള പെട്രോളാണ് ഈ 4 പെട്രോൾ പമ്പിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നത്. പിന്നെ ജിയോന്റെ പെട്രോൾ പമ്പിൽ 2 രൂപ പിന്നെ കുറവായിട്ടൊക്കെ കാണിക്കും. 2 രൂപ കുറഞ്ഞ ജിയോന്റെ പെട്രോൾ പമ്പ് എല്ലാ പമ്പ് നമ്മളെ നിയറസ്റ്റ് ആയിട്ടുള്ള പമ്പിൽ 2 രൂപ കുറവാണ് പെർ ലിറ്ററിനാണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.